2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ഫഹദ് ഫാസിൽ ഒരു വേദിയിൽ വെച്ചിട്ട് തന്നെ താൻ ADHD ഡയഗ്നോസ്ഡ് ആണെന്ന് പറയുന്നത്. അതായത് 41 ഇയേഴ്സിലാണ് ADHD തനിക്ക് ഡയഗ്നോസ്ഡ് ആയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ ADHD എന്ന് പറയുന്ന ഒരവസ്ഥ അതെന്താണെന്നുള്ളതാണ് ഞാനിവിടെ ഒരു സ്റ്റുഡൻറ്റ് കൗൺസിലർ എന്ന നിലയിൽ പറയുന്നത്. കാരണം കുട്ടി പ്രായത്തിൽ തന്നെ നമ്മളത് കറക്റ്റായിട്ട് അതിനെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനുള്ള റെമഡിയൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പരിധി വരെ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒന്നാണ് എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ADHD എന്ന് പറഞ്ഞ അസുഖം മാറ്റാൻ എളുപ്പമാണോ? അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, അത് ചെറുപ്പത്തിൽ ഡയഗ്നൈസ് ചെയ്താൽ ഈസി ആയിട്ട് മാറുമെന്ന് പറഞ്ഞു. 41 വയസ്സിലാണ് ഡയഗ്നൈസ് ചെയ്തത്, ഇനി മാറുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ക്ലിനിക്കലി ADHD ഡയഗ്നൈസ്ഡ് ആണ്. ഇത്രത്തോളം ഇല്ലെങ്കിലും ചില രീതിയിലുള്ള ഡിസോർഡേഴ്സ് എനിക്കുണ്ട്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി. എന്താണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ? അറ്റൻഷൻ കുറയുക, ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ കുറയുന്നു, ഹൈപ്പർ ആക്റ്റീവ് ആവുന്നു. നമ്മൾ ആ കുട്ടി ഭയങ്കര റെസ്റ്റ്ലെസ്നെസ് ആയിരിക്കും. ഒരു ഭാഗത്ത് ഇരിക്കുക എന്ന് പറയുന്നത് കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് കുട്ടിക്ക് എപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും എല്ലാ സമയത്തും അവൻ ഓർത്ത് വെക്കണമെന്നില്ല, അതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമ്മളൊരു കാര്യത്തിന് അത് ചെയ്യരുത്, വേണ്ട എന്ന് പറഞ്ഞാൽ തന്നെയും അവൻ അത് അപ്പം കേട്ടു, പിന്നീട് അത് വീണ്ടും അവന് ചെയ്തേക്കാം. കാരണം അവൻ നമ്മൾ ആദ്യം പറഞ്ഞു കൊടുത്ത ആ റൂൾസ് എല്ലാം അവന് ഫോർഗെറ്റ് ചെയ്തിട്ടുണ്ടാവും, മറന്നു പോയിട്ടുണ്ടാവും. പിന്നെ കാണുന്നത് അവരിലുണ്ടെന്ന് എല്ലാത്തിനും ഒരു കെയർലെസ്നെസ് ആയിരിക്കും, ഒന്നും എവിടെയും സൂക്ഷിക്കില്ല. ഇപ്പോൾ സ്കൂളിലേക്കൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും പെൻസിലാവട്ടെ ഇറേസറാവട്ടെ എല്ലാം കൊടുത്തു വിട്ടു, അതെല്ലാം ചിലപ്പോൾ ഓരോ ദിവസവും അവർ നഷ്ടപ്പെടുത്തിയിട്ടായിട്ടും വരുന്നുണ്ടാവും. നമ്മൾ പുതിയത് കൊടുക്കും, അത് വീണ്ടും നഷ്ടപ്പെടുത്തും. ബുക്സ് ഒന്നും നല്ലപോലെ സൂക്ഷിക്കണമെന്നില്ല, അതെല്ലാം കീറി കളഞ്ഞിട്ടും പേജ് കീറുന്നതും അതൊക്കെ അവർക്കതൊരു പ്രശ്നമേ അല്ലാത്ത പോലെയാണ് അവർ ചെയ്യുന്നുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ റിസ്കി ബിഹേവിയർ ഉണ്ടാവും. അവർക്ക് ഒരു ഇമ്പൾസിവിറ്റി കൂടുതലായിരിക്കും, എന്തും പെട്ടെന്ന് ചെയ്യുക, എടുത്ത് ചാടി ചെയ്യുക. അതിൽ തനിക്ക് വരുന്ന അപകടം പോലും അവർ ചിന്തിക്കില്ല. അത്തരത്തിലുള്ളൊരു ബിഹേവിയറും ഇവരിൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ട്രബിൾ ഗെറ്റിംഗ് അലോങ്, അതായത് മറ്റ് ഫ്രണ്ട്സുമായിട്ടൊന്നും അവർക്ക് നന്നായിട്ടൊരു ഒരുമിച്ച് മാനേജ് ചെയ്ത് പോകാനൊന്നും പറ്റില്ല. പെട്ടെന്ന് അടിപിടി ഉണ്ടാകും, പെട്ടെന്ന് പിണങ്ങും, വേറെ ആരുമായിട്ടെങ്കിലും പിന്നെയും അടുത്ത ഫ്രണ്ട്ഷിപ്പിലേക്ക് പോകും, പിന്നെയും അവിടെയും അത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നത് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഡിസോർഗനൈസേഷൻ, അവരുടെ ഒരു കാര്യങ്ങളും അവർ നന്നായിട്ട് അറേഞ്ച് ചെയ്തൊന്നും വെക്കില്ല, അവിടെ ഇവിടെ വാരി വലിച്ചൊക്കെ ഉണ്ടാവും. അത് എഴുതുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെ ആയിരിക്കും. നോട്ട്സ് എല്ലാം അവരുടെ ഒന്ന് ചെക്ക് ചെയ്താൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ എക്സസീവ് ടോക്കിംഗ്, അത് എല്ലാവരിലും കാണില്ല, ചില കുട്ടികളിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. അവർ ഭയങ്കരമായിട്ട് ടോക്ക് ചെയ്തുകൊണ്ടിരിക്കും, എന്ത് കാര്യങ്ങളും ഓരോന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും. ചിലത് പറയുന്നത് പ്രവർത്തിക്കണമെന്നില്ല, അങ്ങനെയൊക്കെയാണ് അവരുടെ ചില ബിഹേവിയർ. അത് ചില കുട്ടികളിൽ അത്ര തന്നെ ടോക്കിങ് കാണുന്നില്ല, അവർ ആക്റ്റീവായിട്ട് എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. അല്ലാണ്ട് സംസാരിക്കാനൊന്നും സമയമില്ല എനിക്ക് എന്നുള്ളൊരവസ്ഥയിലുള്ളവരും ഉണ്ട്. പിന്നെ ഡേ ഡ്രീമിങ് എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഒരു സ്വപ്നലോകത്ത് ജീവിക്കുന്ന പോലെയുള്ള ഒരവസ്ഥയിലും ഉണ്ടാവും. അതൊക്കെ അവർക്ക് പറ്റും, സാധിക്കും എന്നൊക്കെയുള്ള ചിന്ത, അല്ലെങ്കിൽ അങ്ങനെ ആയെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡേ ഡ്രീമിങ്ങും അവരിലുണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം മാത്രം ഒരു കുട്ടിയിൽ കണ്ടെന്ന് വെച്ചിട്ട് ആ കുട്ടിക്ക് ADHD ആണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ കുട്ടിക്ക് ADHDയുടെ ലക്ഷണങ്ങളുണ്ട് എന്നുള്ളത്. അതുമാത്രമല്ല, ഇതിൻ്റെ ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ബിഹേവിയറൽ ഇഷ്യൂസ് ആയിട്ടല്ല വരുന്നത്, ഇതൊരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പരിഗണന വേണം കുട്ടിക്ക് കൊടുക്കാൻ. അപ്പോൾ ഇതിൽ നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ അവരെ കെയർ ചെയ്തില്ലെങ്കിൽ, അവർക്ക് നന്നായിട്ടുള്ളൊരു പാരൻറ്റിങ് കിട്ടിയില്ലെങ്കിൽ അവരിലുണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് അവർക്ക് ബിഹേവിയർ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. നമ്മളെപ്പോഴും അവരെ കുറ്റപ്പെടുത്തുകയാണ്. അവർ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും നമ്മൾ അവരെ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യല്ലേ, അതുപോലെ അവിടെ കയറില്ല, അവർക്ക് കുറേ റെസ്ട്രിക്ഷൻസ് കൊടുക്കുന്നു, അവർക്ക് പണിഷ്മെൻറ്റ്സ് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ആയി വരുമ്പോൾ അവർക്കൊരിക്കലും ഈ സ്വഭാവത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവരിൽ പിന്നീട് ഒരുപാട് ബിഹേവിയറൽ ഇഷ്യൂസ് വരും. അത് എന്ന് പറയുന്നത് ചിലപ്പോൾ കോണ്ടാക്ട് ഡിസോർഡറിലേക്ക് മാറാറുണ്ട്. കള്ളം പറയുന്നു, കള്ളത്തരങ്ങൾ ചെയ്യുന്നു, മോഷ്ടിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികളിൽ കാണുന്നത് നമ്മൾ ഈ അടിച്ചമർത്തുന്ന ഒരു സ്ട്രിക്റ്റ് പാരൻറ്റിങ് അവർക്ക് കൊടുത്തു കഴിയുമ്പോഴാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ലേണിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടാവാറുണ്ട്. കാരണം അവർക്ക് അറ്റൻഷൻ കിട്ടുന്നില്ലല്ലോ.
ഒന്നിലും അറ്റൻറ്റീവ് അല്ല അവർ. അപ്പോൾ അവർക്ക് ഒന്നും മനസ്സിലാക്കാനുള്ളൊരു സമയം അവരെടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ലേണിംഗ് ഡിസോർഡേഴ്സ് വരാൻ ചാൻസ് കൂടുതലാണ്, ഉണ്ടാവും. പിന്നെ അതുപോലെ പിയർ പ്രോബ്ലം, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫ്രണ്ട്സുമായിട്ട് അവർക്ക് നന്നായിട്ടൊന്ന് ഒരു മിങ്കിൾ ചെയ്ത് നന്നായിട്ടൊരു കോപ്പറേറ്റ് ചെയ്ത് പോകാനുള്ളൊരു ക്ഷമയും സഹകരണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ കാര്യത്തിൽ തന്നെ വഴക്കായിരിക്കും, വാശിയായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ പിണങ്ങാനും പിയർ പ്രോബ്ലംസ് കൂടുതലാവാനും ചാൻസാണ്. പിന്നെ ഇൻക്രീസ്ഡ് ഇഞ്ചുറീസ്, അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം എല്ലായിടത്തും കയറി മറിയുന്നു, എങ്ങോട്ടും വേണമെങ്കിലും അവർ എത്ര ഹൈറ്റിൽ നിന്നും വേണമെങ്കിൽ അവർക്ക് ചാടുന്നതിനോ അതിനെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കില്ല. ചാടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു ഹീറോ ആവുന്നു എന്നൊക്കെയാണ് അവർ മനസ്സിലാക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം തന്നെ അവർക്ക് ഇഞ്ചുറീസ്, മുറിവുകൾ പറ്റാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ നമ്മളുടെ ഒരു ശരിയായ പാരൻറ്റിങ് നമ്മൾ കൊടുത്തില്ലെങ്കിൽ, എപ്പോഴും അവരെ വഴക്ക് പറയുന്നു, ഏത് സമയത്തും അവർക്ക് കുറ്റപ്പെടുത്തലാണ് കിട്ടുന്നതെന്നൊക്കെ ഉണ്ടെങ്കിൽ, ഒരു ടീനേജിലേക്ക് കടക്കുന്ന സമയം, ആ ടീനേജ് പ്രായത്തിലൊക്കെ അവർക്ക് ഡിപ്രഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ആങ്സൈറ്റി ഏകദേശം ടീനേജിന് മുമ്പ് തന്നെ തുടങ്ങും. കാരണം എപ്പോഴും വടിയെടുത്ത് പേടിപ്പിക്കുന്നതും പിന്നെ അടക്കിയിരുത്തുന്നതൊക്കെ ഒരു പാരൻറ്റിങ് സ്റ്റൈലിൽ അടിച്ചിട്ടും വഴക്ക് പറഞ്ഞിട്ടും അവരെ ഒതുക്കാൻ നോക്കുന്ന ഒരു പാരൻറ്റിങ് സ്റ്റൈലൊക്കെ വരുമ്പോൾ അവർക്ക് ആങ്സൈറ്റിയും കൂടും. അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു ടീനേജ് ലെവലിലൊക്കെ എത്തുമ്പോഴേക്കും അവർക്ക് ഡിപ്രഷൻ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ? അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞ് നമുക്കുണ്ടെങ്കിൽ നമ്മളെങ്ങനെ അതിനെ മാനേജ് ചെയ്ത് പോവും? അതൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഹൗ ടു സപ്പോർട്ട് എ ചൈൽഡ് വിത്ത് ADHD. റോൾ പ്ലേ അപ്രോപ്രിയേറ്റ് സോഷ്യൽ ബിഹേവിയർ. അതായത് നന്നായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യുക എന്നുള്ളത് ആ ഒരു പാരൻറ്റിനും കുട്ടിക്കും കൂടെ ശരിക്കും ഒരു റോൾ പ്ലേ പോലെ ചെയ്യാം. എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഇഷ്യൂസ് നടക്കുന്നു, അവിടെ താൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് അവർക്കൊരു റോൾ പ്ലേ പോലെ, ഒരു സ്കിറ്റ് പോലെയൊക്കെ ചെയ്തിട്ട് കുട്ടിയിലേക്ക് അത് എത്തിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എൻകറേജ് ദം ടു പെർസ്യൂ ദയർ പാഷൻസ്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് അവരെ എൻകറേജ് ചെയ്യുന്നു, അവരെ സപ്പോർട്ട് ചെയ്യുന്നു. അവരെ കൂടെ നിൽക്കുന്ന നല്ലൊരു പാരൻ്റായിട്ട് നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരും. അതായത് ഏത് കാര്യത്തിനും അവർക്ക് സപ്പോർട്ടായിട്ട്, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ടായിട്ട് കൂടെയുണ്ട് എന്നാൽ അവരെ ഗൈഡ് ചെയ്യുകയും വേണം. എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യണമെന്നല്ല, അവരെ ഗൈഡ് ചെയ്യുകയും ചെയ്യുക. അത് കുട്ടിക്ക് നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എൻഷുർ ദേ ഫീൽ സെക്യൂർഡ്, ലവ്ഡ് ആൻഡ് സപ്പോർട്ടഡ്. പലയിടത്തുനിന്നും അവർക്ക് കുറ്റപ്പെടുത്തൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പാരൻസിൻ്റെ അടുത്ത് നിന്ന് മാത്രമല്ല, അവർക്ക് റിലേറ്റീവ്സിൻ്റെ അടുത്ത് നിന്ന്, സ്കൂളിൽ നിന്ന്, ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന്, ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് എല്ലാം അവർക്ക് കുറ്റപ്പെടുത്തലുകളും പിന്നെ ശകാരങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് അവരെ കൂടുതൽ സെക്യൂർ ആക്കുന്നു, അവർക്ക് നല്ല ഒരു ലവ് ആൻഡ് സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തങ്ങൾക്ക് എപ്പോഴും ഒരു സെക്യൂർ ആയിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ട്. ഞാൻ ലവ്ഡാണ്, ഞാൻ സപ്പോർട്ടഡ് ആണെന്നുള്ളൊരു ഫീല് വന്നാൽ തന്നെ ആ കുട്ടിയുടെ ഉള്ളിൽ ഒരുപാട് എൻകറേജ്മെൻറ്റും ഒരുപാട് ഫീൽ ഫ്രീ ആയിട്ട് ആ പാരൻറ്റിനോടുള്ള അറ്റാച്ച്മെൻറ്റ്, മറ്റെവിടെയെങ്കിലും ഒരു ഓപ്പോസിറ്റ്, അതായത് ഒരു നെഗറ്റീവ് ബിഹേവിയർ ആ കുട്ടിക്ക് വരുമ്പോഴേക്കും, മറ്റാരുടെ എന്തെങ്കിലും ഒരു ചൂഷണം വരുമ്പോഴേക്കും എല്ലാം കയറി പറയാൻ തൻ്റെ പാരൻസ് ഉണ്ട്, തനിക്കൊരു സപ്പോർട്ടീവ് സിസ്റ്റം ഉണ്ടെന്നുള്ള ഒരു ധൈര്യം ആ കുട്ടിയിലുണ്ടാവും. പിന്നെ ബി ദെയർ അഡ്വക്കേറ്റ്, അതായത് അവരുടെ ഒരു അഭിഭാഷകനെ പോലെ, അതായത് തൻ്റെ ക്ലയൻറ്റിൻ്റെ എല്ലാ പ്രശ്നങ്ങളും സപ്പോർട്ട് ചെയ്തിട്ട് മറ്റുള്ളവരോട് പറയുന്ന ഒരു അഭിഭാഷകനെ പോലെ ആയിരിക്കണം പാരൻസ്. അപ്പോൾ കുട്ടീൻ്റെ അടുത്ത് നിന്നൊരു മിസ്റ്റേക്ക് വന്നു, റിലേറ്റീവ്സ് ആരെങ്കിലും അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ അവനെ കുറ്റം പറയുമ്പോൾ, അങ്ങനെ അല്ല, അവൻ്റെ ബൈ മിസ്റ്റേക്ക് വന്നു പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇനി ആവർത്തിക്കാതെ നമുക്ക് നോക്കാം, അവന് വേറെയും കുറേ ക്വാളിറ്റീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ഒരു അഡ്വക്കേറ്റായിട്ട് നിൽക്കാൻ കൂടി പാരൻസ് ശ്രദ്ധിക്കണം. പിന്നെ വരുന്നത് എസ്റ്റാബ്ലിഷ് കോൺസിസ്റ്റൻ്റ് റുട്ടീൻസ്. അതായത് അവരുടെ റുട്ടീൻസ് കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കണം. അതായത് ഒരു ദിവസം നമ്മൾ അവർക്ക് റുട്ടീനൊക്കെ പറഞ്ഞു കൊടുത്തു, മോനെ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അത് അവൻ പിറ്റേ ദിവസം ചെയ്യണമെന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് ഒരു കാര്യമില്ല, അവൻ ചെയ്യണമെന്നില്ല. കാരണം അവനത് പറ്റൂല. അപ്പം നമ്മളത് എന്ത് ചെയ്യണം, ഡെയിലി അവരിലേക്ക് അത് കൊടുത്ത് ക്ഷമയോടുകൂടി, നമ്മൾ പാരൻസ് വളരെയധികം ക്ഷമയോടുകൂടി അവരെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ അവരിലേക്കത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരികയാണ് വേണ്ടത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കിയും ചെയ്യാൻ കൂടെ സപ്പോർട്ട് ചെയ്തും നിന്ന് കൊടുത്ത്
ഗ്രാജ്വലി അവരിലത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഗീവ് ജെന്യുവൻ പ്രൈസ് ആൻഡ് എൻകറേജ്മെൻറ്റ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഇവർ പ്രൈസ് ചെയ്യുക, അതായത് അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഈ കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. കാരണം അവരിലുള്ള ക്വാളിറ്റീസിനെ നമ്മൾ പ്രൈസ് ചെയ്ത് പറയുന്നതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അവരെ ആ ഒരു ക്വാളിറ്റീനെ എൻകറേജ് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് അവർ ആ ക്വാളിറ്റി കൂട്ടിക്കൊണ്ടുവരുള്ളൂ. അതേ സ്ഥാനത്ത് അവരെ കുറ്റപ്പെടുത്തുന്നു, അവരുടെ എല്ലാ തെറ്റുകളെയും നമ്മളിങ്ങനെ എടുത്തു പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അതേ കൂടുള്ളൂ. അപ്പോൾ കുട്ടികളെക്കുറിച്ച് നമ്മൾ എന്താണ് പറയുന്നത് അതാവുമെന്നാണ് പറയുക. അപ്പോൾ അവരിലെ നന്മേനെ കൂടുതലാക്കി പറയുക, അവരിൽ വരുന്ന തെറ്റുകളെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക, തെറ്റാണെന്നുള്ളത് വളരെ ക്ഷമയോട് കൂടിയിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക. പിന്നെ സെറ്റ് ക്ലിയർ എക്സ്പെക്റ്റേഷൻസ്. അവർക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാക്കി കൊടുക്കുക, അതായത് ഒരു ഗോൾ സെറ്റ്. മോന് ഇത്രയൊക്കെ കഴിവുണ്ട്, അപ്പോൾ മോനെ അത് ചെയ്യാൻ പറ്റും, ഇത്രയെല്ലാം കാര്യങ്ങൾ മോനെ കൊണ്ട് പറ്റുന്നുണ്ടല്ലോ, മോന് ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ അവരിലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാക്കി കൊടുക്കുക, ആ വഴി അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഓരോ ചെറിയ ചെറിയ ഗോൾ സെറ്റിങ്സ് ഉണ്ടാക്കിയിട്ട് അത് സക്സസ് ആക്കി അതിൽ അവർ അപ്രീഷിയേറ്റ് ചെയ്ത് ശീലിപ്പിച്ച് കൊണ്ടുവരിക. അങ്ങനെ അവരിലേക്ക് കോൺഫിഡൻസ് കൂട്ടിക്കൊണ്ടുവരിക. അവരിൽ ഒരുപാട് കഴിവുകളുള്ള നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ നല്ലതായിട്ടുള്ളൊരു പാരൻറ്റിങ് കൊടുത്തു കഴിഞ്ഞാൽ ADHD എന്നുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രശ്നമായിട്ടല്ല വരിക. വളരെ ഉയർന്ന നിലയിൽ നിങ്ങളെ കുട്ടി ആവാനുള്ള ഒരു എന്താ പറയുക ഒരു വഴിയാണെന്ന് നിങ്ങൾ വിചാരിക്കണം. അത്രയും ഉഷാറായിട്ടുള്ളൊരു കാര്യമായിട്ട് നിങ്ങളപ്പോൾ അതിനെ കണ്ടെത്തി കൊണ്ടുവരിക കേട്ടോ. ഓക്കെ, ബൈ.